അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും ഒക്കെ നേതാക്കൾ, പ്രവർത്തകർ, വ്യത്യസ്ത പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ആർക്കീവ് ഇൻ ക്വസ്റ്റ്യൻ എന്ന ഒരേ സമയം ചരിത്രത്തെയും വർത്തമാനത്തെയുമൊക്കെ ആഴത്തിൽ സ്പർശിച്ചു പോകേണ്ട ഒരു വിഷയത്തെപ്പറ്റി ഏതാനും സൂചനകൾ നൽകി ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. 1948 ജനുവരി 30 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. പതിവ് പോലെ ബിർള മന്ദിരത്തിൽ ഗാന്ധിജിയുണ്ട്. സാധാരണ പോലെ 3:30 ഗാന്ധിജി എണീറ്റു. പതിവിന് വിരുദ്ധമായി നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു അന്ന്. ഉച്ചയ്ക്ക് മുമ്പ് ഒരുപാട് മീറ്റിങ്ങുകളിൽ ഒരുപാട് ആളുകളുമായി സംസാരിച്ചു, സംവദിച്ചു. വൈകിട്ട് 4 മണിക്ക് ഗാന്ധിജിയും സർദാർ വല്ലഭായ് പട്ടേലും തമ്മിലുള്ള മീറ്റിംഗ് ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി സർദാർ വല്ലഭായ് പട്ടേലിനുണ്ടായിരുന്ന, അതല്ലെങ്കിൽ അവർ രണ്ടുപേർക്കുമിടയിലുണ്ടായിരുന്ന പൊരുത്തക്കേടുകളായിരുന്നു സംസാര വിഷയം. നെഹ്റുവും പട്ടേലും ഒരുമിച്ച് പോവേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഗാന്ധി പട്ടേലിനെ തെര്യപ്പെടുത്തുന്നുണ്ട്. അന്ന് തന്നെ 7 മണിക്ക് നെഹ്റുവുമായും ഗാന്ധിജിക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി പട്ടേലിനോട് നെഹ്റുവുമായി ഒരുമിച്ച് പോകണമെന്ന് ഉണർത്തുകയും ഇതേ കാര്യം തന്നെ വൈകിട്ടുള്ള നെഹ്റുവുമായുള്ള മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് ആവർത്തിക്കുകയും ചെയ്തു. സാധാരണ 5 മണിക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി 5 മണി തൊട്ട് പതിവായി നടക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ദിനചര്യ. സർദാർ പട്ടേലുമായി ബന്ധപ്പെട്ട ആ മീറ്റിംഗ് ഒരുപക്ഷെ അവസാനത്തെ മീറ്റിംഗ് ആയതുകൊണ്ടാവാം 5 മണി കഴിഞ്ഞിട്ടും അവസാനിച്ചില്ല, ഒന്നുകൂടി നീണ്ടുപോയി. 5 മണി കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയുടെ സഹായികളായിട്ടുള്ള മനു 5 മണി ആയി എന്നുള്ളത് ഗാന്ധിജിയെ ഉണർത്തുന്നുണ്ട്. എങ്കിലും ആ മീറ്റിംഗ് തുടർന്നു പോവുകയാണ് ഉണ്ടായത്. ഏകദേശം 5:10 ആ മീറ്റിംഗ് അവസാനിക്കുകയും ഗാന്ധിജി 5:10 തന്നെ പതിവിന് വിരുദ്ധമായി കുറച്ച് ലേറ്റായി, വൈകി 5:10 പ്രാർത്ഥനാ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിനിടക്ക് മനുവിൻ്റെയും ആഭയുടെയും തോളിലേറി ഗാന്ധിജി നടന്ന് പ്രാർത്ഥനാ സ്ഥലത്തെ ഇരിപ്പിടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഗാന്ധിജി കൊല്ലപ്പെടുകയാണ്. 5:17 PM നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭീകരമുഖമായിട്ടുള്ള അദ്ദേഹം 3 വെടിയുണ്ടകൾ കൊണ്ട് രാഷ്ട്രപിതാവിനെ വധിക്കുകയാണ്, കൊല്ലുകയാണ്. 1947 ഓഗസ്റ്റ് 15 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പറയുന്ന 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രയാസമേറിയ വിഭജനം, ഏറ്റവും അക്രമാസക്തമായ, ഏറ്റവും മാരകമായ അഭയാർത്ഥി പ്രവാഹത്തെ
അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന വിഭജനം. 10 ലക്ഷം ആളുകൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുക മാത്രമുണ്ടായി. ഏകദേശം 15 മില്യൺ ആളുകൾ അവരുടെ വീടും നാടും സ്ഥലവും നഷ്ടപ്പെട്ടു, ഡിസ്പ്ലേസ്ഡായി. 75,000 സ്ത്രീകൾ നേരിട്ട് തന്നെ ആക്രമിക്കപ്പെടുകയുണ്ടായി. ഔദ്യോഗിക കണക്കിനപ്പുറത്തേക്ക് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് അന്നത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാകിസ്ഥാൻ ഭാഗത്തു നിന്നുണ്ടായിരുന്ന, അവിടെ താമസിച്ചിരുന്ന ഹിന്ദു മതവിഭാഗത്തിലെയും സിഖ് മതവിഭാഗത്തിലെയും ആളുകൾ ഇന്ത്യയിലേക്കും, ഇന്നത്തെ ഇന്ത്യൻ ഭൂപ്രദേശത്തിൽ താമസിച്ചിരുന്ന മുസ്ലിം മതവിഭാഗത്തിലെ ആളുകൾ പാകിസ്ഥാനിലേക്കും വലിയൊരു അഭയാർത്ഥി പ്രവാഹമായി, വലിയൊരു മാനുഷിക പ്രശ്നമായി ഇത് മാറി. ദി ലാർജസ്റ്റ് മാസ് മൈഗ്രേഷൻ റെക്കോർഡഡ് ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി എന്ന് പിന്നീട് ചരിത്രകാരന്മാർ അതിനെ വിലയിരുത്തി. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യ പ്രവാഹമായി, അഭയാർത്ഥി പ്രവാഹമായി അത് മാറി. അതിർത്തി പ്രദേശങ്ങളിലൊക്കെ പഞ്ചാബിലും ഡൽഹിയിലും ബംഗാളിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമൊക്കെ അഭയാർത്ഥി ക്യാമ്പുകൾ നിലവിൽ വന്നു. ചില ഗ്രാമങ്ങളൊക്കെ ഒന്നാകെ അപ്പാടെ ഇല്ലാണ്ടെയായി. ആളുകളെ ഒന്നാകെ കൊല്ലപ്പെട്ടു, ഒന്നാകെ ഇല്ലാതായി. പഞ്ചാബാണ് വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട ഒരു സംസ്ഥാനം. പഞ്ചാബിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസ്റ്റ് ട്രെയിനുകൾ എന്ന പേരിൽ അറിയപ്പെട്ട ട്രെയിനുകൾ വരെ ഉണ്ടായി. എല്ലാ ബോഗികളിലും ശവങ്ങൾ മാത്രം നിറഞ്ഞ, എല്ലായിടത്തും കബന്ധങ്ങൾ മാത്രം നിറഞ്ഞ, ചോരയുടെ മണം മാത്രമുള്ള ഗോസ്റ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലോട്ടും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലോട്ടും നിരന്തരം വന്നുകൊണ്ടിരുന്നു. ഡൽഹിയാണ് വളരെ വേസ്റ്റായി അഫക്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരു സ്ഥലം. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ട ഒരു സ്ഥലവും ഡൽഹിയായിരുന്നു. മുസ്ലിങ്ങളുടെ വീടുകളും പള്ളികളും മദ്രസകളും സ്കൂളുകളും ആക്രമിക്കപ്പെട്ടു. അഭയാർത്ഥികൾ അത് ഏറ്റെടുത്തു. പ്രശ്നം വളരെ രൂക്ഷമായപ്പോൾ ഗാന്ധിജി തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സത്യാഗ്രഹത്തിന് വേണ്ടി ശ്രമിച്ചു. 1948 ജനുവരി 13 തൊട്ട് ജനുവരി 18 വരെ തുടങ്ങിയ ദിവസങ്ങളിൽ ഏകദേശം 5 ദിവസങ്ങൾ ഗാന്ധിജി തൻ്റെ ജീവിതത്തിലെ അവസാന സത്യാഗ്രഹം നടത്തി. മുൻകാലങ്ങളിൽ നടത്തിയ സത്യാഗ്രഹങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായിക്കൊണ്ട് മുന്നേ ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയിരുന്നത് എങ്കിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യൻ ഭരണകൂടത്തോടായിരുന്നു ഗാന്ധിജിയുടെ പ്രതിഷേധം, അതല്ലെങ്കിൽ ആ സത്യാഗ്രഹത്തിൻ്റെ ആശയം ഉള്ളടക്കമെന്ന് പറയുന്നത്. ചെറിയ രൂപത്തിലെങ്കിലുമുള്ള ശാന്തത ഗാന്ധിയുടെ സത്യാഗ്രഹം ഇന്ത്യയിൽ കൊണ്ടുവന്നു. ജനുവരി 20 ഗാന്ധിജി ആക്രമിക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥനാ ഏരിയയിൽ ബോംബാക്രമണം നടത്തുന്നുണ്ട്. വളരെ പ്രയാസത്തിലാണ്. അതൊരു പ്രശ്നമല്ലാതെ, വളരെ കാഷ്വാലിറ്റി ഒന്നുമില്ലാതെ, പ്രശ്നമില്ലാതെ അത് അവസാനിക്കുന്നത്. ജനുവരി 30 നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ടാമത്തെ ആക്രമണത്തിൽ 5:17 PM ഗാന്ധിജി രക്തസാക്ഷിയാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം പോയി എല്ലായിടത്തും ഇരുട്ടായി മാറി എന്നാണ് നെഹ്റു അതിനെ നിരീക്ഷിച്ചത്. ഭരണഘടനാ അസംബ്ലി 3 വർഷവും 1 മാസവും എടുത്ത് ഏകദേശം 1946 ഡിസംബർ 9 തൊട്ട് 1950 ജനുവരി 24 കൂടിയ ദിവസങ്ങളിൽ രാജ്യത്തെ വിവിധങ്ങളായ രാഷ്ട്രീയ നേതാക്കന്മാർ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന നേതാക്കന്മാർ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്തു, വാഗ്വാദത്തിലേർപ്പെട്ടു, വീണ്ടും ചർച്ച ചെയ്തു, ഭരണഘടന രൂപീകരിക്കുകയാണ്. 1949 നവംബർ 26 നാം ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഭരണഘടന അഡോപ്റ്റ് ചെയ്യപ്പെട്ടു. നാം അതിൻ്റെ പ്രിയാമ്പിളിൽ വായിക്കുന്നതാണത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. രാജ്യം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യൻ ജനത എന്ന പ്രഖ്യാപനത്തോടെയാണ്. പ്രധാനമായും 3 നീതിയെപ്പറ്റി ഭരണഘടന സംസാരിക്കുന്നുണ്ട്. അതിലൊന്ന് സോഷ്യൽ ജസ്റ്റിസാണ്, സാമൂഹിക നീതിയാണ്. രണ്ടാമത്തേത് എക്കണോമിക് ജസ്റ്റിസാണ്, സാമ്പത്തിക നീതിയാണ്. മൂന്നാമത്തേത് പൊളിറ്റിക്കൽ ജസ്റ്റിസാണ്, രാഷ്ട്രീയ നീതിയാണ്. ഇങ്ങനെ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസിനെ പറ്റി സംസാരിക്കുന്ന ഭരണഘടന
വീണ്ടും സ്വാതന്ത്ര്യത്തെപ്പറ്റി, ലിബർട്ടിയെപ്പറ്റി പറയുന്നുണ്ട്, ഇക്വാലിറ്റിയെപ്പറ്റി, തുല്യതയെപ്പറ്റി പറയുന്നുണ്ട്, ഫ്രറ്റേണിറ്റിയെപ്പറ്റി, സാഹോദര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14 നമുക്കുണ്ട്, ഇക്വാലിറ്റിയെപ്പറ്റി വീണ്ടും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 ഉണ്ട്, സ്വാതന്ത്ര്യത്തെപ്പറ്റി, വ്യത്യസ്ത തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 21 ഉണ്ട്, റൈറ്റ് ടു ലൈഫ് എന്നാണ് അതിന് പറയുന്നത്. ജീവിതത്തെപ്പറ്റി, ജീവിക്കാനുള്ള അവകാശത്തെപ്പറ്റി പറയുന്നുണ്ട്. രാജ്യത്ത് പുതിയ ഗവൺമെൻറ് നിലവിൽ വന്നു. നെഹ്റു 1ാമത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് മുന്നോട്ട് വെച്ച പൊളിറ്റിക്കൽ ഐഡിയോളജിയെ അടിസ്ഥാനമാക്കി എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി. അന്ത്യോദയ എന്ന ആശയമുണ്ട്. രാജ്യത്തെ അവസാനത്തെ പൗരനും പ്രയാസം അനുഭവിക്കുന്ന അവസാനത്തെയാളും അഡ്രസ്സ് ചെയ്യപ്പെടണം, അയാളുടെ പ്രശ്നവും പരിഗണിക്കപ്പെടണം. ഒരാളും പരിഗണിക്കപ്പെടാതെ പോകരുത്. ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലുള്ള ദരിദ്രനായ, അപരനായ, പ്രായമായ, രോഗിയായ അവസാനത്തെയാളും അഡ്രസ്സ് ചെയ്യപ്പെടണം. അന്ത്യോദയ എന്ന ആശയം നാം പരമാവധി ശ്രമിച്ചു പോന്നു. സർവോദയ എന്ന ആശയം വെൽഫെയർ ടു ഓൾ, എല്ലാവർക്കും സൗഖ്യം വേണം, എല്ലാവരുടെ പ്രശ്നങ്ങളും മാറണം, ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയമാണ്. ഗ്രാമസ്വരാജ് എന്ന ആശയം, ഇങ്ങനെ ഗാന്ധിജി മുന്നോട്ട് വെച്ച പൊളിറ്റിക്കൽ ഐഡിയോളജിയെ പരമാവധി രാജ്യം മുന്നോട്ട് കൊണ്ടുപോയി. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ DPSPയിൽ പോലും നമുക്കത് കാണാൻ സാധിക്കും. അംബേദ്കറാണ് പറഞ്ഞു പോകേണ്ട മറ്റൊരു വലിയ ഫിഗർ എന്ന് പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ശക്തി അതിലെ ഏറ്റവും ദുർബലരായ പൗരന്മാരെ എത്രത്തോളം അത് സംരക്ഷിക്കുന്നുണ്ട് എന്നതനുസരിച്ചിരിക്കുമെന്ന് പറഞ്ഞയാളാണ് അംബേദ്കർ. ഇങ്ങനെ ഗാന്ധിയും അംബേദ്കറും നെഹ്റുവുമൊക്കെ മുന്നോട്ട് വെച്ച, പടുത്തുയർത്തിയ രാജ്യം അതിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ ഒരു 3/4 നൂറ്റാണ്ട് ആഘോഷിക്കുന്ന സമയത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെയും റിപ്പബ്ലിക്കിൻ്റെയും 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ആഘോഷിച്ചിരിക്കുകയാണ് നമ്മൾ. 2011 സെൻസസിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ സെൻസസാണ് 2011 സെൻസസ്. 2011 രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെയും റിപ്പബ്ലിക്കിൻ്റെയും 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള സെൻസസിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ രാജ്യത്ത് 8.6% വരുന്ന ആദിവാസികൾ, ഏകദേശം 104 മില്യൺ ആദിവാസികൾ വരും. അതിൽ 59% ആളുകളും നിരക്ഷരരാണ് എന്നതാണ് കണക്ക്. അതിൽ 40% ആളുകൾക്കും വീടില്ല എന്നുള്ളതാണ് കണക്ക്. ദളിതരെ പറ്റി സംസാരിക്കുമ്പോൾ 16.6% നമ്മുടെ പോപ്പുലേഷൻ്റെ അവരുടെ എണ്ണം എന്ന് പറയുന്നത്. 200 മില്യൺ ജനങ്ങൾ വരും. ഈ 200 മില്യൺ ജനങ്ങളുടെ പ്രയാസങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ഏകദേശം 50,000 കുറ്റകൃത്യങ്ങളാണ് ഓരോ വർഷവും ദളിതർക്ക് എതിരെ മാത്രമായി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടുകൂടായ്മ, അൺടച്ചബിലിറ്റി അതിൻ്റെ പുതിയ രൂപങ്ങളിൽ നടക്കുന്നു. അക്കാഡമിക് രംഗത്തെ അൺടച്ചബിലിറ്റി പുതിയ കാലത്ത് പോലും നാം കേട്ടിട്ടുണ്ട്. രോഹിത് വെമുല ഉൾപ്പെടെയുള്ള ആളുകളുടെ മരണം നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. രാജ്യത്തെ മുസ്ലിങ്ങളെ പറ്റി പറയുമ്പോൾ 14.2% 2011 കണക്കനുസരിച്ച് ജനസംഖ്യ എന്ന് പറയുന്നത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ദളിതരെക്കാളും ആദിവാസികളെക്കാളും പ്രശ്നത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കലി വളരെ പിന്നോട്ട് നിൽക്കുന്ന പല സാഹചര്യങ്ങളും പല സൂചികകളും മുസ്ലിങ്ങൾക്കുണ്ട്. ഒരു ഇന്ത്യനായിരിക്കുക, ഒരു മുസ്ലിമായിരിക്കുക എന്ന ഒരേ സമയം ഈ രണ്ട് സ്വത്വത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ അകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വത്വ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകുന്ന പാവപ്പെട്ട മൈനോറിറ്റികൾ ഇവിടെയുണ്ട്. നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ജനങ്ങൾ അവരൊരു പ്രത്യേക എത്നിക് ഗ്രൂപ്പാണ്. അവരുടെ എത്നിക് എന്ന ഐഡൻറ്റിറ്റിയും അവരുടെ ഇന്ത്യൻ എന്ന ഐഡൻറ്റിറ്റിയും നിരന്തരം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം, മണിപ്പൂരിലെ കലാപങ്ങൾ നമുക്കറിയാം. 3-4 വർഷമായി ഭരണകൂടം അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടലും, ഒരു പ്രാധാന്യത്തോടെയുള്ള ഒരു ഇടപെടലും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നാം കാണുന്നില്ല. രാജ്യത്ത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റികളുണ്ട്. ഒഫീഷ്യലായി തന്നെ 22 ഭാഷകളുണ്ട്. 100 കണക്കിന് 1000 അതല്ലാത്ത ഭാഷകളുണ്ട്. ബോലികൾ എന്നറിയപ്പെടുന്ന പ്രാദേശിക ഭാഷകളുണ്ട്. ഇതിൽ പല ഭാഷകളും അതിൻ്റെ എക്സ്റ്റൻഷൻ, അതിൻ്റെ അവസാനത്തിലാണ്, അതല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പലപ്പോഴും ഉള്ളത്. കാശ്മീരിലെ പ്രശ്നം നമുക്കറിയാം. ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കോലാഹലങ്ങളും രാജ്യം കണ്ടതാണ്. ഇങ്ങനെ രാജ്യവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബഹുസ്വരതയെ ബാധിക്കുന്ന, അതിൻ്റെ വൈവിധ്യത്തെ ബാധിക്കുന്ന, അതിൻ്റെ പലമയെ ബാധിക്കുന്ന, അതിൻ്റെ ഫെഡറലിസത്തെ ബാധിക്കുന്ന, അതിൻ്റെ മതേതരത്വ സ്വഭാവത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
2019 പൗരത്വ ഭേദഗതി നിയമം വന്നത്, CAA വന്നത്. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന ഹിന്ദുവായിട്ടുള്ള, സിഖായിട്ടുള്ള, ബുദ്ധമതക്കാരായിട്ടുള്ള, ജൈനമതക്കാരായിട്ടുള്ള, ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന പാർസി മതക്കാരായിട്ടുള്ള ആളുകൾക്ക് പൗരത്വം നൽകുകയും മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കപ്പെടുകയും ചെയ്തു. ആർട്ടിക്കിൾ 14 തുല്യതക്കുള്ള അവകാശത്തിൻ്റെ പ്രത്യക്ഷമായ ലംഘനമാണെന്ന് എല്ലാ അക്കാഡമിഷ്യന്മാരും രാജ്യമൊട്ടാകെ, ലോകമൊട്ടാകെയുള്ള ആളുകളും ഇതിനെ നിരീക്ഷിച്ചു. ആസാമിൽ NRC നടപ്പിൽ വന്നു. ഏകദേശം 19 ലക്ഷം ആളുകളാണ് രേഖയില്ലാതെ പുറംതള്ളപ്പെട്ടത്. 19 ലക്ഷം ആളുകളാണ് രേഖയില്ലാതെ, പൗരന്മാരല്ലാതെ ആയി മാറിയത്, സ്റ്റേറ്റ്ലെസ് പീപ്പിളായി മാറിയത്, ഭരണകൂടമില്ലാത്ത ജനങ്ങളായി മാറിയത്, ഭരണകൂട രഹിത ജനതയായി മാറിയത്. നാം ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ പൗരരല്ലാതെ മാറുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നൂറുകണക്കിന് വർഷങ്ങളായി ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരുമല്ലാതെ മാറുകയാണ്. അങ്ങനെ 19 ലക്ഷം ജനങ്ങളാണ് ആസാമിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ NRCയുമായി ബന്ധപ്പെട്ട് ഭരണകൂട ഭീകരതയുടെ ഇരകളായി മാറി, സ്റ്റേറ്റ്ലെസ് പീപ്പിളായി മാറിയത്. പലപ്പോഴും നമുക്ക് ചുറ്റും നാം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചരിത്രത്തെ നിരന്തരം തിരുത്താൻ ശ്രമിക്കുകയാണ്, ചരിത്രത്തെ തിരുത്തി മാറ്റി എഴുതാൻ ശ്രമിക്കുകയാണ്. പാഠപുസ്തകങ്ങളിൽ പോലും NCERT ഉൾപ്പെടെയുള്ള പാഠപുസ്തകങ്ങളിൽ പോലും അതിൻ്റെ ശ്രമങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹി സുൽത്താനറ്റിനെ പറ്റിയുള്ള ചർച്ചകൾ, പാഠഭാഗങ്ങൾ തിരുത്തപ്പെട്ടു. കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ് എന്ന പേരിൽ NCERTയിൽ പഠിക്കാനുണ്ടായിരുന്ന ഒരു ചാപ്റ്റർ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്തു. മുഗൾ ചരിത്രമായിരുന്നു അത്. കിങ്സ് ആൻഡ് ക്രോണിക്കിൾ എന്ന ആ പാഠഭാഗം തന്നെ മാറ്റപ്പെട്ടു. ഇങ്ങനെ പാഠപുസ്തകത്തിലെ ചരിത്രം മാറ്റാനും തിരുത്താനും ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പേരുമാറ്റങ്ങൾ നമുക്ക് ചുറ്റും എമ്പാടും നടക്കുന്നു. അലഹാബാദ് പ്രയാഗ്രാജായി മാറി, ഫൈസാബാദ് അയോധ്യയായി മാറി, അയോധ്യ ഡിസ്ട്രിക്റ്റായി മാറി. ഇങ്ങനെ ചുറ്റും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മുടെ ഭരണഘടനയുടെ 1ാമത്തെ ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയും. നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് ഒരുപാട് സ്റ്റേറ്റുകളുടെ യൂണിയനാണ്. ആ സ്റ്റേറ്റുകൾ തമ്മിലും ആ സ്റ്റേറ്റും കേന്ദ്രവും തമ്മിലുള്ള സഹകരണമാണ് രാജ്യത്തിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ, രാജ്യത്തിൻ്റെ ഏകതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് കത്തിവെക്കുന്ന തരത്തിലുള്ള എത്ര ഇടപെടലുകളാണ്. GST പോലെ, ആർട്ടിക്കിൾ 370 പോലെ സ്റ്റേറ്റ് ഫണ്ടുകൾ കേരളം ഉൾപ്പെടെയുള്ള, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അർഹമായും ലഭിക്കേണ്ട സ്റ്റേറ്റ് ഫണ്ടുകളെ നൽകാതെ ഇങ്ങനെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന് പലപ്പോഴും കത്തിവെക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര ഭരണകൂടത്തിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക സമൂഹത്തെ പ്ലാൻ ചെയ്ത് സ്റ്റേറ്റ് സ്പോൺസേഡായി അദറിങ് നടക്കുകയാണ്, അപരവൽക്കരണം നടക്കുകയാണ്. രാമചന്ദ്ര ഗുഹ വളരെ വിമർശനാത്മകമായി ഒരു കാര്യം പറയുകയുണ്ടായി. 2019 ഡിസംബർ മാസത്തിൽ അന്നത്തെ കേന്ദ്ര ഭരണത്തിനെതിരെ അവരുണ്ടാക്കിയ ഒരു കിരാത നിയമത്തിനെതിരെ ബാംഗ്ലൂരിൽ രാമചന്ദ്ര ഗുഹയും ഡൽഹിയിൽ ഉമർ ഖാലിദും സമരത്തിലേർപ്പെടുകയാണ്. രണ്ടാളും സമരം ചെയ്യുന്നത് രാജ്യത്തിൻ്റെ 2 സിറ്റികളിൽ വെച്ചാണ്. രണ്ടാളും സമരം ചെയ്യുന്നത് ഒരേ ഗവൺമെൻറ്റിനെതിരെയാണ്. രണ്ടാളും സമരം ചെയ്യുന്നത് ഒരേ വിഷയത്തിലാണ്. രണ്ടാളും സമരം ചെയ്യുന്നത് പീസ്ഫുൾ പ്രൊട്ടസ്റ്റാണ്, ഒരേപോലെയാണ്. അതിലൊരാൾ ഉമർ ഖാലിദ് ജയിലിൽ പോകുന്നു, രാമചന്ദ്ര ഗുഹ പുറത്ത് അതുപോലെ നിൽക്കുന്നു. ഗുഹ വളരെ വ്യക്തമായി, വളരെ കൃത്യമായി, ചരിത്രകാരൻ കൂടിയായ ഗുഹ തെല്ലും ഭയമില്ലാതെ പറഞ്ഞു, എൻ്റെ പേര് ഉമർ എന്നാവാത്തത് കൊണ്ടാണ്, എൻ്റെ പേര് ഉമർ ഖാലിദ് എന്നാവാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് പുറത്തും ഉമർ ഖാലിദ് അകത്തുമുള്ളതെന്ന് വളരെ വ്യക്തമായി രാമചന്ദ്ര ഗുഹ വിമർശനാത്മകമായി പറഞ്ഞു. ജനാധിപത്യത്തിൻ്റെ പില്ലറുകളായി നാം പറയുന്നതാണ് 1 പാർലമെൻറ്റ്, മറ്റൊന്ന് എക്സിക്യൂട്ടീവ്, 3 ജുഡീഷ്യറി എന്ന് പറയുന്നത്. പാർലമെൻ്റ് ആവട്ടെ, എക്സിക്യൂട്ടീവ് വിഭാഗമാവട്ടെ, ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് വിഭാഗമാവട്ടെ, നമ്മുടെ ജുഡീഷ്യറി ആവട്ടെ, പലപ്പോഴും ബയസ്ഡായി എന്നുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് ബംഗാളിലെയും കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇലക്ഷനുകളെ പറ്റി, ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലുകളെ പറ്റി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരികയാണ്. ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളെയും ഭരണകൂടത്തിന് എതിരെ സംഭവിക്കുന്ന സകല കാര്യങ്ങളും ആർക്കൈവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ, അവയെ വിസ്മൃതിയിലാക്കാനുള്ള ശ്രമങ്ങൾ, അവർക്ക് അനുകൂലമാകുന്ന രൂപത്തിൽ ഉപയോഗിക്കാനും അനുകൂലമല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കാനുമുള്ള തന്ത്രങ്ങൾ നാം വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പ്രശസ്ത ചരിത്രകാരൻ പ്രൊഫസർ ബിപിൻ ചന്ദ്ര പറയുന്നുണ്ട്, കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന പുസ്തകത്തിൽ വർഗീയത എന്ന് പറയുന്നത് ഒരു ആധുനിക പ്രതിഭാസമാണെന്ന് പറയുന്നുണ്ട്. ആയിരക്കണക്കിന്, രണ്ടായിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വർഷമായി നമ്മുടെ രാജ്യത്ത്, ലോകത്ത് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന് വർഷമായി മനുഷ്യർ കൊണ്ടും കൊടുത്തും ജീവിക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ ഈ കൊണ്ടും കൊടുത്തുമുള്ള ജീവിതമാണ്, ഈ വൈവിധ്യമാണ്, ഭാഷാ വൈവിധ്യമാണ്, സാംസ്കാരിക വൈവിധ്യമാണ്, കൾച്ചറൽ വ്യത്യാസങ്ങളാണ്. ഇങ്ങനെ വർഷങ്ങളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പരസ്പരം അകറ്റാൻ വേണ്ടി ഭരണകൂടമുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ രാഷ്ട്രീയം ലാക്കാക്കിക്കൊണ്ടുണ്ടാക്കുന്ന പുതിയൊരു പ്രവണതയാണ് വർഗീയത. വർഗീയത എന്ന് പറയുന്നത് ഒരു ആധുനിക പ്രതിഭാസമാണെന്ന് ബിപിൻ ചന്ദ്ര നിരീക്ഷിക്കുന്നുണ്ട്. അതിന് തീവ്രദേശീയത ഒരു ടൂളായി ഉപയോഗിക്കുകയാണ്. അതിന് ദേശീയ വ്യവഹാരങ്ങളെ, നാഷണലിസ്റ്റ് ഡിസ്കോഴ്സുകളെ അതർത്ഥത്തിൽ വികസിപ്പിക്കുകയാണ്, അതർത്ഥത്തിൽ പ്രചരിപ്പിക്കുകയാണ്, അതർത്ഥത്തിൽ ഡിസൈൻ ചെയ്യുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ചരിത്രം എഴുതിയ കൂട്ടത്തിൽ ഇന്ത്യയുടെ പാസ്റ്റിനെ മൂന്നാക്കി വിഭജിച്ച, മതമടിസ്ഥാനപ്പെടുത്തി വിഭജിച്ച ഒരു ചരിത്രകാരനാണ് ജെയിംസ് മിൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ ചരിത്രത്തെ, ഇന്ത്യൻ ഭൂതകാല ചരിത്രത്തെ പ്രാചീന ഘട്ടമെന്നും മധ്യകാലഘട്ടമെന്നും ആധുനിക ഘട്ടമെന്നും നാം പഠിക്കുമ്പോൾ അതിനെ പ്രാചീന ഹിന്ദു ഘട്ടമെന്നും മധ്യകാല മുസ്ലിം ഘട്ടമെന്നും ആധുനിക ബ്രിട്ടീഷ് ഘട്ടമെന്നും വിഭജിച്ച ബ്രിട്ടീഷുകാരുടെ അതേ യുക്തി അതേപോലെ ഇന്നും തുടർന്നുകൊണ്ട് വീണ്ടും വീണ്ടും വിഭജനമുണ്ടാക്കുകയും ആ വിഭജനത്തെ ഭരണകൂടം, സ്റ്റേറ്റ് ഏറ്റുപിടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സമര സേനാനി അല്ലാതെയായി മാറി. ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് മതവർഗീയത മനസ്സിൽ കൊണ്ട് നടന്ന, ക്ഷേത്രങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മാത്രം ഭരണം നടത്തിയ ഒരാളായി മാറി. അന്നത്തെ പുതിയ കാല ടെക്നോളജികൾ ഉപയോഗിച്ച് ബ്രിട്ടൻ അത്രമേൽ എതിർത്ത, രാജ്യം കണ്ട ഏറ്റവും വലിയ സ്വതന്ത്ര സമര സേനാനി ടിപ്പു സുൽത്താൻ മാറ്റി നിർത്തപ്പെട്ടു. മലബാർ ലഹള വെറുമൊരു മാപ്പിള ലഹളയായി മാറി. മലബാർ ലഹള സ്വതന്ത്ര സമരം എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെടാതെയായി. മുഗൾ ഭരണാധികാരികൾ അക്രമകാരികളായി മാറി. മുഗൾ ഭരണാധികാരികൾ ഹിന്ദു മതവിരോധികളായി മാറി. അതല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം വർഗീയത ഇവിടെ സ്ഥാപിച്ചവരായി മാറി. താജ്മഹൽ പോലും പലപ്പോഴും ലോകം തന്നെ സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ സിമ്പലായി കാണുന്ന താജ്മഹൽ പോലും അവരുടെ അക്രമത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാംസ്കാരിക രംഗത്തും ഈ അപരവൽക്കരണം വളരെ വ്യാപകമായി നമുക്ക് കാണാൻ സാധിക്കും. മുഗൾ മിനിയേച്ചറുകൾ, മുഗൾ കാലത്തുണ്ടായിരുന്ന രാജ്യത്ത് എഴുതപ്പെട്ട സകല കാര്യങ്ങളും, വരക്കപ്പെട്ട സകല ചിത്രങ്ങളും ചരിത്രങ്ങളും അത് ചരിത്രത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന കാഴ്ച മുഗൾ മിനിയേച്ചർ വർക്കുകളെ അപരവൽക്കരണത്തിൻ്റെ ഇരകളാക്കി മാറ്റി. വർലി ചിത്രകല എന്ന് പറയുന്ന ചിത്രകല പാടയില്ലാതായി. തദ്ദേശീയ സ്വഭാവമുള്ള സകല കലകളും മാറ്റി നിർത്തപ്പെട്ടു. ഇങ്ങനെ പൊളിറ്റിക്കൽ ബ്രാഹ്മണ്യത്തിൻ്റെ, പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെ അനുകൂലമായ അജണ്ട നിർമ്മാണത്തിന് സാഹചര്യമൊരുക്കാത്ത സകല കാര്യങ്ങളെയും ഒന്നൊന്നായി വെട്ടിമാറ്റുന്ന, ഒന്നൊന്നായി ഡിജിറ്റൽ കാലത്ത് നാം പറയുന്നത് പോലെ ആർക്കീവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക രംഗത്തും വല്ലാതെ ഈ ഒരു അവസ്ഥ പിടിമുറുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഫാസിസ്റ്റ് സ്ഥാപകനായിട്ടുള്ള മുസോളിനി എന്താണ് ഫാഷിസവും സാമ്പത്തിക രംഗവും തമ്മിലുള്ള ബന്ധമെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഡോക്ട്രിൻ ഓഫ് ഫാസിസം എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള ഐക്യമാണ് വളരെ ലളിതമായി ഫാസിസം എന്ന് പറയുന്നത്. മൂലധനവും ഭരണകൂടവും തമ്മിലുള്ള പരിപൂർണമായ ഐക്യമാണ് ഫാഷിസം എന്ന് പറയുന്നത്. അങ്ങനെ മൂലധനത്തെയും സാമ്പത്തിക രംഗത്തെയും കൂടി കയ്യിലൊതുക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിതീവ്ര ദേശീയത, അപര വിദ്വേഷവും അതിൻ്റെ കൂടെ സാമ്പത്തിക സ്വരൂപവും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ നാം നേരത്തെ പറഞ്ഞ ഫാസിസം നമുക്കിടയിൽ വളരെ ആഴത്തിൽ വേരുറപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1930 സാമ്പത്തിക പ്രതിസന്ധിക്ക് തുടർന്നാണ് ആഗോളതലത്തിൽ ഫാസിസ്റ്റ് ഐഡിയോളജി കടന്നു വരുന്നത്. ഇത് 2008 മുതലാളിത്ത പ്രതിസന്ധിക്ക് തുടർന്നാണ് തീവ്ര വലതുപക്ഷ ആശയങ്ങൾ, രാഷ്ട്രീയങ്ങൾ ട്രംപ് ഉൾപ്പെടെയുള്ള, അമേരിക്ക ഉൾപ്പെടെയുള്ള സകല വെസ്റ്റേൺ കൺട്രികളിലും ഇന്ത്യയിൽ ഉൾപ്പെടെ അതിന് പ്രചാരണം ലഭിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 2014 അംബാനിയുടെ
സമ്പത്തെന്ന് പറയുന്നത് 1.5 ലക്ഷം കോടിയായിരുന്നു. 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അംബാനിയുടെ സമ്പത്തെന്ന് പറയുന്നത് 9.5 ലക്ഷം കോടിയായി മാറുകയാണ് ഉണ്ടായത്. അദാനിയുടെ സമ്പത്ത് 2014 57,000 കോടിയായിരുന്നെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം 9,30,000 കോടിയായി, എത്രയോ ഇരട്ടിയായി അത് വർദ്ധിക്കുകയാണ്. അതേസമയം നാം ആലോചിക്കേണ്ട മറ്റൊരു കണക്കുണ്ട്. ആഗോള പട്ടിണി സൂചികയുടെ കണക്കാണത്. ഈ 10 വർഷത്തെ കാലയളവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആഗോള പട്ടിണി സൂചിക എന്ന് പറയുന്നത് 55 നിന്നും 102 കൂപ്പുകുത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഒരു വശത്ത് മൂലധന മുതലാളിമാരുടെ വളരെ ചെങ്ങാത്ത മുതലാളിത്തം നടക്കുകയും അവർക്ക് വീണ്ടും വീണ്ടും വളർച്ച ഉണ്ടാകുകയും രാജ്യത്തെ പാവങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വീണ്ടും വീണ്ടും കുറഞ്ഞു വരികയും ചെയ്യുന്ന ടിപ്പിക്കൽ ഫാസിസ്റ്റ് ഭരണകൂട വിശേഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടവും മൂലധനവും തമ്മിലുള്ള സമ്പൂർണ്ണ ഐക്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത് CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ നമ്മൾ കണ്ടു. CBSE പരീക്ഷ നടത്താൻ ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയാണ്. ആ ഏജൻസി നടത്തുന്ന പരീക്ഷ നടപ്പിലെ പിഴവുകൾ വിദ്യാർത്ഥികൾ പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ലക്ഷങ്ങളുടെ കോടികളുടെ ഇടപാടാണ് ചങ്ങാത്ത മുതലാളിത്തവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് കുട്ടികളുടെ ഭാവി പോലും നോക്കാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്തനോൾ കലർന്ന പെട്രോളിനെ പറ്റി നാം വായിക്കുന്നുണ്ട്. എത്തനോൾ കലർന്ന പെട്രോള് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ്, അതല്ലെങ്കിൽ ചെങ്ങാത്ത മുതലാളിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് നടത്തുന്നത് എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും സൈഡാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസെന്റ് ഈസ് ദ സേഫ്റ്റി വാൽവ് ഓഫ് ഡെമോക്രസി എന്ന് പറയാറുണ്ട്. എതിർ ശബ്ദങ്ങളാണ്, എതിരുകളാണ്. എതിർ ശബ്ദങ്ങളും എതിരഭിപ്രായങ്ങളും പരസ്പരം വാഗ്വാദങ്ങളും പരസ്പരം ഡിസ്കോഴ്സുകളും ഡിസെന്റുകളുമാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. പ്രതിഷേധങ്ങളാണ്, സമരങ്ങളാണ് ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെറുത്തുനിൽപ്പുകളാണ് ജനാധിപത്യത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നത്. CAA NRC സമയത്ത് ഷാഹിൻ ബാഗിൽ നിന്നും കണ്ട വളരെ ഈ ആധുനിക കാലത്ത് നാം കണ്ട വലിയ മുന്നേറ്റങ്ങൾ, വിദ്യാർത്ഥികൾ നടത്തിയ മുന്നേറ്റങ്ങൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ നടത്തിയ മുന്നേറ്റങ്ങൾക്ക് നാം സാക്ഷികളായി. കർഷക സമരവുമായി ബന്ധപ്പെട്ട വലിയ മുന്നേറ്റങ്ങൾ നാം കണ്ടു. യൂണിവേഴ്സിറ്റികളിലും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും കർഷക സമരവുമായി ബന്ധപ്പെട്ട ഇത്തരം മുന്നേറ്റങ്ങൾ, പുതിയ പ്രതീക്ഷകളുണ്ടായി. അപ്പോഴും നമ്മുടെ നാട്, കേരളം ഈ വിഷയങ്ങളിലൊക്കെ പുലർത്തുന്ന നിസ്സംഗത നമ്മയൊക്കെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അതൊരു ആലങ്കാരികമായി പറയുന്ന കാര്യമല്ല. ഏറ്റവും കൂടുതൽ എലക്ഷൻ നടക്കുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ എലക്ഷൻ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന, ഏറ്റവും വലിയ ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അത്രയും വലിയ ഒരു വലിയ ജനാധിപത്യ രാജ്യത്ത് അതുപോലെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ പബ്ലിക് അതിനുവേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുജനങ്ങൾ അതിനുവേണ്ടി തയ്യാറാവേണ്ടതുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഓർമ്മയെന്ന് പറയുന്നത്. ഗാന്ധി വധം ഉൾപ്പെടെയുള്ള, സ്വാതന്ത്ര്യ സമരം ഉൾപ്പെടെയുള്ള ഓർമ്മകളെ വീണ്ടും വീണ്ടും മിനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം ഓർമ്മകളിൽ നിന്നാണ്, അത്തരം ഓർമ്മകൾ നൽകുന്ന ഊർജത്തിൽ നിന്നാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് മാത്രം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട്, നമ്മുടെ ഓർമ്മകളെപ്പോലും ആർക്കീവിലേക്ക് ഇടുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ കൃത്യമായി ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് ഉപയുക്തമാകുന്ന, അതിന് പ്രചോദനം നൽകുന്ന ഒരു ഇടപെടലാണ് ഈ സാഹിത്യോത്സവം മുന്നോട്ട് വെക്കുന്ന ഈ ആർക്കീവ് എന്നുള്ള ഈ ആർക്കീവ് ഇൻ ക്വസ്റ്റ്യൻ എന്നുള്ള പ്രമേയമെന്ന് മാത്രം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെടുന്ന കാലത്ത് സത്യങ്ങൾ